ഇതെൻ്റെ അഗ്ലോണിമ ചെടികളും കലാത്തിയ ചെടികളുമാണ് കേട്ടോ. ഇത് വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് കുറേയൊക്കെ ഞാൻ ബാക്ക് സൈഡിലാണ് വെച്ചിരുന്നത്, മാവിൻ്റെ ചോട്ടിലൊക്കെ. ഇവിടെ നല്ല ചൂട് ഉണ്ടായിരുന്നുകൊണ്ട്, അതായത് വേനൽക്കാലത്ത് നല്ല ചൂടല്ലായിരുന്നു, പടിഞ്ഞാറ് നിന്നുള്ള വെയിൽ നന്നായി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇലകളൊക്കെ കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടുവച്ചു. ഇപ്പം ഇനി മഴ അധികം ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ കുറേയൊക്കെ ഫ്രണ്ട് സൈഡിൽ തന്നെ കൊണ്ടുവച്ചു. പക്ഷേ 2 ദിവസമായിട്ട് മഴയൊന്നുമില്ല, അതുകൊണ്ട് നന്നായി നനച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ചെടികൾ. ഇവിടേക്കൊക്കെ പടിഞ്ഞാറിനുള്ള വെയിൽ നന്നായി കിട്ടുന്നത് കൊണ്ട് നന്നായി നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇലകളൊക്കെ വാടിയിരിക്കും. പിന്നെ വീടിൻ്റെ മതിലുമ്മ നിറച്ച് ബോഗൺവില്ലയാണ്. ഇനിയിപ്പോൾ ബോഗൺവില്ലയുടെ സീസൺ കഴിഞ്ഞു. പക്ഷേ ഇനി മഴ കൊള്ളാതിരിക്കാൻ ഇപ്പോൾ ഇവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചാണ് തൽക്കാലം. പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഇവിടെ കണ്ടോ, കലാത്തിയകളൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ പിങ്ക് ലെഗസിയാണ് കേട്ടോ. അതൊക്കെ കുറേ തൈകളുണ്ട്. പിന്നെ ഇതാ കലാത്തിയകൾ. ഇത് റെഡ് എമറാൾഡിൻ്റെ വലിയൊരു മദർ പ്ലാന്റ് ആണ് കേട്ടോ അത്. ഇതിൻ്റെ തൈകളൊക്കെ സെയിലായി കഴിഞ്ഞു, ഈ തൈകളൊന്നുമില്ല. ഇത് ടൈഗർ റെഡ്. ഇതും വലിയ തൈ ഒരെണ്ണേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിലായി കഴിഞ്ഞു. ഇത് ഫയർ റെഡ്. ഇതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ചെറിയ തൈകൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ വലുതാവാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.